എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സൂസൻ മേരിയിലുള്ള റോബർട്ട ബോണ്ടർ മറീന എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയാണ്. എന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ വീഡിയോയാണ്. നമ്മളിന്നിവിടെ ഒരു അഡ്വഞ്ചർ ബോട്ട് ട്രിപ്പിനായിട്ട് പോകാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ബോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ നമ്മുടെ ഏറ്റവും മുമ്പിൽ കാണുന്നത് കാനഡ അമേരിക്ക ബോർഡറാണ്. നമ്മളിവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മുമ്പിൽ കാണുന്നത് മിഷിഗണാണ്. ഈ രണ്ട് സ്ഥലത്തിൻ്റെയും പേര് സൂസൻ മേരി എന്നാണ്. അത് സൂസൻ മേരി മിഷിഗണും ഇത് സൂസൻ മേരി ഒണ്ടാരിയോ, കാനഡയിലെ സൂസൻ മേരി. അപ്പം ഈ മുകളിൽ കൂടെ കുറേ ബീസ് പറന്നു പോകുന്നു. നമ്മളിന്ന് പോകുന്നത് സെയിൽ സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. ഇതിപ്പം ഇവിടെ ഈ ഓഗസ്റ്റ് 15 മുതൽ ഓഗസ്റ്റ് 7 മുതൽ ഒരാഴ്ചത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തണ്ടർ ബേ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുണ്ട്, ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു ക്രൂയിസ് കമ്പനിയുണ്ട്. അപ്പോൾ അവർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് വന്നേക്കുന്നത്. നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് 3 മണിക്കാണ്. 3 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇവിടെ ഒരു സൂ കനാലുണ്ട്. നമ്മൾ ആ കനാൽ ക്രോസ് ചെയ്ത് ഷിപ്പൊക്കെ പോകുന്ന കനാൽ ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പം റോബർട്ട ബോണ്ടർ എന്ന് പറയുന്ന മറീനയിലാണ്. റോബർട്ട ബോണ്ടർ മറീന എന്നുള്ള പേര് വരാൻ കാരണം റോബർട്ട ബോണ്ടർ എന്ന് പറയുന്നത് കാനഡയിലെ തന്നെ ആദ്യത്തെ ആസ്ട്രോണറ്റാണ്, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്, ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ പേരിലുള്ള റോബർട്ട ബോണ്ടറിൻ്റെ പേരിലുള്ള ഒരു പാർക്കാണ് നമ്മളിപ്പോൾ ഇവിടെ പാർക്കാണിത്. നമ്മളിവിടെ നിന്നാണ് ബോട്ട് പോകാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ പോകുന്ന ബോട്ട് കൂടാതെ തന്നെ ഒരുപാട് ബോട്ടുകൾ വേറെയും കിടക്കുന്നുണ്ട് കേട്ടോ. വലുതും ചെറുതുമായിട്ടുള്ള ബോട്ടുകൾ കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്നതെല്ലാം പ്രൈവറ്റ് ബോട്ടുകളാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് ഇതാണ് കേട്ടോ. ഇതിൽ ആണ് ആൾക്കാർ പോയിട്ട് വന്നത്. 10 പേരെ ഈ ബോട്ടിൽ പോകുള്ളൂ. 10 പേര് പോകുന്ന ബോട്ടാണ്. പറയാം. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കും. കോഴായതുകൊണ്ട് നമ്മളെ ബോട്ട് യാത്രയാണെങ്കിലും മാസ്ക് വയ്ക്കണമെന്നുള്ളത് നിർബന്ധമാണ്. ഫുൾ ടൈം മാസ്ക് വേണം. അതുകൊണ്ട് നമ്മൾ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല. അപ്പോൾ ഇത് സുപ്പീരിയർ റോക്കറ്റ് എന്നാണ് ഈ ബോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ട് സർവീസിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിൻ്റെ പേര് സുപ്പീരിയർ റോക്കറ്റ് എന്നാണ്. അതായത് ഇത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 100 കിലോമീറ്റർ സ്പീഡിൽ വരെ പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബോട്ടാണിത്. അപ്പോൾ അത് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു യാത്രയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ബോട്ട് കിടക്കുന്നു. Did I just hear that was your nickname in high school? I guess. എല്ലാവരും ഫോട്ടോ എടുത്ത് തകർക്കും. Superior rock. All right, so once again, my name is Al. Really glad to have you all on board with us. A few rules about getting on board. Getting on is pretty easily. I want you to step on this big rubber tube, one leg, swing it over, sit down just like you're on a rocking horse. Okay? നമ്മൾ കയറാൻ പോകട്ടോ, ബോട്ടിലേക്ക് കയറുവാണ്. ചെറിയൊരു ബ്രീഫിംഗ് ഒക്കെ തന്നു. നമ്മൾ നേരെ മുമ്പിലേക്ക് കയറും. നമ്മൾ കയറാൻ പോകുന്നു. You're in the back row. You'll sit red seats. Excellent. Take the red suits in Star Trek. You got them down? Yes. Basically. Yeah, I was looking at that. അപ്പോൾ And block out part of the front. set. What? I was wondering how you're looking. അങ്ങനെ നമ്മൾ ബോട്ടേ കയറി ഇരിക്കുകയാണ് കേട്ടോ. അതെ, Okay. Without eye protection? You got a choice here, guys.
Do you want the cool tinted ones or the clear ones? അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിത് പോകാൻ പോകുന്നു. ജെയ്സ് മുമ്പിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും മുമ്പിൽ സീറ്റ് പിടിച്ചു. ഞങ്ങൾ എന്തായാലും മുമ്പിലത്തെ സീറ്റ് പിടിച്ചു. ഇപ്പോൾ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോബർട്ട ബോണ്ടർ മറീനയെന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഏകദേശം 90 മിനിറ്റ്സ് ആണ് ഈ യാത്രയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ യാത്ര തിരിച്ചു. നമ്മുടെ ഈ ബോട്ടിലാകെ 10 പേരാവട്ടെ. പാസഞ്ചേഴ്സ് ആയിട്ടുള്ളത് 10 പേരാണ്. പിന്നെ ബാക്കിയുള്ളത് ഇതിൻ്റെ ക്രൂവും കാര്യങ്ങളൊക്കെയാണ്. 2 ക്രൂ ഉണ്ട്. പിന്നെ ഒന്ന് ഇവിടുത്തെ ഒരു ടൂറിസത്തിൻ്റെ ഒരാളുണ്ട്. നമ്മളങ്ങനെ പോവുകയാണ്. നമ്മളിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് സെൻറ്റ് മേരീസ് റിവറിൽ പോകുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഈ പോകുന്നത് സെൻറ്റ് മേരീസ് റിവറാണ്. നമ്മൾ ഇവിടുന്ന് നേരെ പോയി സൂ ലോക്കൊക്കെ കയറി നേരെ സുപ്പീരിയറിലേക്ക്. നമ്മൾ നേരെ സെൻറ്റ് മേരീസ് റിവറിലേക്ക് കയറി. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി മറീനയിൽ നിന്ന് ഇറങ്ങി നേരെ പോവാണ് കേട്ടോ. അത് നോക്കി മുമ്പിലൊരു സ്പീഡ് ബോട്ട് നോക്കി. ഇപ്പം ഇത് പതുക്കിയാ പോകുന്നത് കേട്ടോ അല്ലേ. ഇപ്പോഴത്തെ റോക്കറ്റ് പോകുന്ന പോലെ പോകുന്ന പറഞ്ഞു. നമ്മുടെ അവിടെ ഒരു സൂ ലോക്സിന്റെ ബോട്ട് പോകുന്നുണ്ട്. സൂ ലോക്സ് ടൂർ. അത് അമേരിക്കയുടെ ടൂർ ബോട്ടാണ്. നമ്മളിവിടെ നിന്ന് ഏത് വഴിക്കാണെന്ന് അറിയത്തില്ല. US ലേക്ക് എത്താറായി തോന്നുന്നു കേട്ടോ. അതേ കാണുന്നതാണ് US. അതാണ് US. നമ്മളെ US എത്താറായി തോന്നുന്നു. US യുടെ 2 ബോട്ട് ഇതാ പോകുന്നു. സ്പീഡ് കൂട്ടി തുടങ്ങി സുഹൃത്തുക്കളെ. ഓ നമ്മള് അങ്ങോട്ട് പോകണം. അങ്ങനെ നമ്മളത് കറങ്ങി പോവാണ്. This is our first time experience. Yeah. Just dub it over with the tight. Oh, super happy to be here. Has anybody ever been on the St. Mary's River before? Yeah, a couple hands. Yeah. You guys from the Soo here? Or? Yeah. So I do a lot of guiding on the river here, and it's surprising how many people from Sault Ste Marie have never been on the water, paddled, hit a motorboat. How many people have gone up and down in the locks before? Okay, so our same crew there, eh? You guys probably had a cooler, you were heading to Parisian Island or something, and Grade school. Grade school, okay, yeah. Awesome. So, Sault Ste Marie is a cool name, and the cool thing about it is that there's lots of different names for this places. There's one thing in common though, is that it's always gonna revolve around the water, right? So, the traditional name for this place is gonna be Bawating. You can hear it pronounced Bawading or Baktigong. So what that is it's an Anishinaabe word. And what it's referring to is the falling of the water or the rapids. So we don't hear it, it's not that very loud right now, obviously, right? We're just starting to hear it as we kind of creep up to it.
And that's because this rapid right here is only about 5% of what it actually used to be. So a lot of the power is getting harnessed by our electric station, generation station over there. We'll get closer to it when we go through the locks. And then you've seen that cool long brown building on the other side. So that's stateside, everything that we're looking over to your left right here now. And that's their Cloverfield electric building, built in 1902, right? So that's why those cool buildings, we see like the lighthouses, the turrets on it, which means it was a really important building, right? So it was made out of sandstone, which is actually what all the substrate under this river would have traditionally been, right? So it's still sandstone on the bottom. And it gets a cool name because of a community on the state side in Michigan called Jacobsville. And they kind of made their economy around it, built their community using that stone, selling it, building buildings. So that's why you'll also hear it referred to as Jacobsville sandstone. Down there from here to the other side of the mall there, we would be kind of swimming and hanging out with the ducks and everything, right? So Whitefish Island, I'm sure everybody's familiar with that. It's pretty cool because people have been coming to this area for thousands and thousands of years, right? You look around, we kind of got the mall, downtown Sault Ste Marie, Ontario. We have the international bridge kind of connecting us to the United States. And then we have traditional territory of the Batchewana First Nation. So this is a really international spot, right? And it's very important. We'll talk about it a little bit more when we're in the locks there, but that's actually the last connection in an all-Canadian waterway connecting us from the Atlantic Ocean all the way up to Lake Superior, right? So if we're familiar of those stories during the fur trade and boats coming from Montreal, the St. Lawrence, all the way up to Lake Superior and back down, this is what made that possible at a certain point in history, right? We'll see it on our way back too. Just on the other side of this berm, you see the American shipping locks, and they're strictly for shipping right now, mostly. That's where all the big boats will go through. So no shipping vessels will be coming through the locks on the Canadian side, the ones that we go through there. It is for recreational vessels and fun boats like the rocket that we're on today. If you have a canoe, a kayak, paddleboard, and you're able to paddle in the same areas here, you can lock up and down in the locks there all the same. സ്പീഡ് കൂടി കേട്ടോ, സ്പീഡ് കൂടി. അങ്ങനെ നമ്മുടെ സൂസൻ മേരി ടൗണാണ് കാണുന്നത് കേട്ടോ, ഡൗൺ ടൗൺ. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം സെൻറ്റ് മേരീസ് റിവറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സെൻറ്റ് മേരീസ് റിവറിലേക്കാണ്. നമ്മൾ നേരെ ലേക്ക് സുപ്പീരിയറിലേക്ക് കയറാൻ പോവാണ്. സൂ ലോക്ക് കടന്നത് സൂസൻ മേരി കനാൽ. Have these massive logs brought over from Western Canada to here. So you see how important this place and this project was at a time that it was happening. And I think there's one or two more right in this area. They're sunken into the water. Keep it waterlogged, right? And it doesn't take up space on land. But that one's actually coming out of what it would have been like the old production building of where they build the gate doors. And you see all the wood on the side here. So they're definitely letting it kind of deteriorate in the way it is. And you'll see some new sitting there. അപ്പം നമ്മൾ കടന്നു പോകുന്ന ആ ലോക്കിൽ കൂടെയാണ് കേട്ടോ. അവിടെ ഒരു ലോക്ക് കാണാം. നമ്മൾ ആ ലോക്കിൽ കൂടെയാണ് കടന്നു പോകേണ്ടത്. അതാണ് സൂക്കനാൽ. Anybody ever heard of a sea lamp? On their face, kind of circular teeth, latch on to anything as long as it's cold. So underneath these purple trees here, through that gate with that white garage door, that's actually a sea lamprey facility. So that's where they will catch them, harvest them, bring them in there. They'll sex them, determine what type of sex it is. They'll mark them, sterilize them, and then they actually let them go in the water so that we find out where they go. So there are gates and traps all along the Great Lakes, and it's actually a pretty big department of the fisheries and oceans for Canada. So this is a problem that really started once we kind of created that Welland Canal. So we, down south in Ontario, we made that connection from the Atlantic Ocean through Lake Ontario over Niagara Falls into all of the other Great Lakes north of it, right? So it was very detrimental to our lake trout and whitefish population at the time. And we didn't know if we were going to be able to recover from it on the Great Lakes, specifically Lake Superior. Lots of great books on the history of it, guys. Check it out in the local area. You won't regret it. It's kind of like
There are things nightmares are made of, and the stories about them are pretty cool, and we put a lot of resources behind it. So it's something we will never eradicate as an invasive species. Not in our time anyways. This is something that we're just gonna have to kind of deal with, and we're dealing with it pretty well. You can see that big boom truck there. That's kind of how they pick up those heavy gates out of the water. So it's like a trailer with a lift on it. Sucking all this information in so you can tell. That's where I mentioned the last connection in an all-Canadian waterway. They were also the first fully electrically operated lock in the world. And at the time when they were open and operating, when they first opened, they were the busiest locks in the world as well, right? Busier than the Suez, the Panama Canal, put together. This would be the spot for commerce traveling up and down in North America. It was also, so I mentioned, which is essentially an elevator for boats, right? I think there's something like 3 billion liters of water once we get inside the lock there that's gonna fill us up and down, right? Like incomprehensible number, you know, a couple liters, I can picture that. So right now we're at Lake Huron, pretty much level, a little bit lower than here, but we're on the same area. വെള്ളം കിടക്കുന്ന കാണുന്ന നമ്മുടെ മുമ്പിലൊരു ഗേറ്റ് കാണുന്നുണ്ട്, ലേക്ക് കനാലിൻ്റെ ലേക്ക്. അപ്പോൾ ആ ലെവലിലാണ് ലേക്ക് സുപ്പീരിയറിലുള്ളത്. അവിടെ ആ ഒരു ചുമല ഗേറ്റ് കാണുന്നില്ല, നമ്മൾ അതിൽ കൂടെ കയറി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പില്ല, ചുമല ഗേറ്റിൻ്റെ ടോപ്പില്ലേ, ആ ലെവലിലാണ് നമ്മുടെ ലേക്ക് സുപ്പീരിയറിൽ വെള്ളം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലും താഴെയാണ്, മനസ്സിലായോ? അതൊരു ഡാം പോലെയാണ്. അപ്പോൾ ആ ഹൈറ്റിലാണ് അവിടെ വെള്ളം കിടക്കുന്നത്, നമ്മൾ അതിലും താഴെയാണ്, അത്രയും താഴെ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 അടിയോളം താഴ്ച ഉണ്ടെന്ന് തോന്നുന്നു. 20 അല്ല, അവിടെ ചെല്ലുമ്പോൾ പറയാം. അപ്പോൾ നമ്മളെ മുമ്പിൽ കാണുന്ന ഗേറ്റ് തുറക്കുന്നതിനായിട്ട് നമ്മൾ കനാലിലെ ഗേറ്റ് തുറക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഓൾറെഡി അതിൻ്റെ അകത്ത് വെള്ളം ഫില്ല് ചെയ്തിരിക്കുക, ഒരു വാട്ടർ ടാങ്ക് പോലെ. അപ്പോൾ ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളയുമ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ഗേറ്റ് തുറക്കാൻ നമ്മൾ അതിനകത്തേക്ക് കയറും. അതിനുശേഷം അതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ നമ്മളും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പോകും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റിൻ്റെ ഉയരത്തിൽ നമ്മുടെ ഈ ബോട്ട് പൊക്കണം, എങ്കിലും നമുക്ക് ലേക്ക് സൂപ്പറിലേക്ക് കയറാൻ പറ്റില്ല. കാരണം ലേക്ക് സൂപ്പറിൽ കിടക്കുന്നത് നമ്മളിപ്പോൾ ഈ കിടക്കുന്ന ഈ സെൻറ്റ് മേരീസ് റിവറിനേക്കാളും ഒരുപാട് ഉയരത്തിലാണ് ലേക്ക് സുപ്പീരിയർ. അതുകൊണ്ടാണ് ആ ലോക്ക്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നേരെ അങ്ങ് ആ ലോക്കിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഡയറക്റ്റ് കയറിപ്പോയാൽ മതിയായിരുന്നു. നമ്മളത് വെയിറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ആ കാണുന്ന 2 ബോട്ടുകാരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ലോക്ക് തുറക്കാനായിട്ട്. നല്ല വെയിലാട്ടെ ഇന്ന് രാവിലെയൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള സാധ്യതയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മിക്കവാറും മഴ പെയ്യും, നമ്മുടെ ഈ ട്രിപ്പൊക്കെ കുളമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മഴ പെയ്തില്ല, മഴ മാറിയെന്ന് മാത്രമല്ല നല്ല ചൂടും. അപ്പോൾ പൊരി വെയിലത്ത് ഞങ്ങളൊരു 10 മിനിറ്റ് ഇതിലിരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ആ ഗേറ്റ് തുറക്കണമല്ലോ, ആ ഗേറ്റ് തുറന്നെങ്കിൽ നമുക്ക് അതിൽ കൂടെ അകത്തേക്ക് കയറി പോകാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് ഗേറ്റ് കേട്ടോ, അതിൽ കൂടെ നമുക്ക് കയറി പോകണം. അവിടെ സിഗ്നൽ റെഡാണ്, അത് ഗ്രീൻ ആയി കഴിയുമ്പോൾ നമുക്ക് കയറാം. അപ്പം നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ലോക്കില്ലേ, ഇപ്പോൾ ഇതിൽ കൂടെ സാധാരണക്കാരായ ആളുകൾക്കും നമുക്കിപ്പോൾ അകത്തേക്ക് കയറി പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ചില സമയത്ത് തുറക്കില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് കയറി പോകാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് ബോട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കയാക്കി ഇതൊക്കെ വേണമെങ്കിൽ കയറി പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ ആ റേഡിയോയിൽ കൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ കാണുന്നതാണ് അതിൻ്റെ ഓഫീസ്. ആ ലോക്കിൻ്റെ ഓഫീസിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് തുറന്നു തരും. ഇനി നമ്മുടെ ബോട്ടിൽ റേഡിയോ ഇല്ലെങ്കിൽ നമ്മൾ ബോട്ട് ആ കാണുന്ന നീല കളർ കാണുന്ന അവിടെ അടുപ്പിക്കുക. അവിടെ അടുപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നടന്ന് എന്ന് ആ ഓഫീസിൽ ചെന്ന് പറയുക. അപ്പോൾ അവരത് തുറന്നു തരും. പക്ഷേ ഇപ്പം ഇതിൽ കൂടെ നമുക്ക് കാനേഡിയൻസിന് മാത്രമേ, കാനഡയിലുള്ളവർക്ക് മാത്രമേ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകാനായിട്ട് പറ്റുള്ളൂ. അമേരിക്കയിലുള്ളവരാണെങ്കിൽ അപ്പം അങ്ങേ സൈഡിലുള്ള അവരുടേതായ ഒരു ലോക്കുണ്ട്, അതുവഴി വേണം കയറി പോകാനായിട്ട്. എങ്ങനെയാ ഒന്ന് ലാൻഡ് ചെയ്യുന്നത് നോക്കിയേ അല്ലേ, മറ്റേ വാട്ടർ പ്ലെയിൻ ഒന്ന് ലാൻഡ് ചെയ്യുന്ന പോലെ. Fish just jumped. Huh. That was crazy. ആണോ? Yeah, I know. Where? Right there. ആ കണ്ടോ, അതെ നിങ്ങൾ കണ്ടോ, അവിടെ ഒരു വലിയ മീൻ അവിടെ ചാടുന്നുണ്ട് കേട്ടോ. അടിപൊളി. Oh yeah, twice. It's big. നമ്മുടെ മുമ്പിലെ ലോക്ക് തുറന്നു കേട്ടോ, തുറന്നു കണ്ടോ, തുറന്നു. പിന്നെ നമ്മളിതിൽ ആ തുറന്നില്ലേ, അതിക്കടെ അകത്തേക്ക് കയറും. അതിക്കടെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ അത് അടയും. അടഞ്ഞു കഴിയുമ്പം ഈ വെള്ളം നിറയ്ക്കും. അതിനകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ അതിങ്ങനെ നമ്മൾ ബോട്ടും കൂടെ ഒരുമിച്ച് പോകും. അപ്പം മറ്റേ ലേക്ക് സുപ്പീരിയറിൻ്റെ ലെവലെത്തും. അവിടെ നമ്മൾ നേരെ പോകും. അതിനകത്ത് എനിക്ക് തോന്നുന്നു 2 ഗേറ്റോടെ ഇനിയുണ്ട്. ആ നമുക്ക് പോയി നോക്കാം. എന്തായാലും തുറന്നു. അതെ, അതിൻ്റെ അകത്ത് 2 കണ്ടോ, അവിടുന്ന് വരുന്നവരുണ്ടോ, അവിടുന്ന് വരുന്നത് കയാക്ക് 2 കനോയിൽ 2 പേര് വരുന്നുണ്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് ലേക്ക് സുപ്പീരിയറിൽ നിന്ന് കനോയിൽ ഇങ്ങോട്ടേക്ക് വരാം. അതിനകത്ത് 3-4 പേരെ കണ്ടോ, അതിൻ്റെ അകത്ത് കാണാം 3-4 പേര്. അതെല്ലാം ജെറ്റ് സ്കി ആണോ അല്ലേ?
എല്ലാം ജെറ്റ് സ്കീക്കാരാട്ടോ. അവരെല്ലാം ആ ലോക്ക് വഴി തിരിച്ചു വരുന്ന ഭാഗം കാണുന്നത്. അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ലോക്ക് വഴി അവരിറങ്ങി കഴിയുമ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. ഗ്രീനായി, നമ്മുടെ അവിടെ ഗ്രീനായി കേട്ടോ. ഇത് നമുക്ക് അകത്തേക്ക് കയറാം. ഇതേ ഇപ്പോൾ കനാല് വഴി ഇങ്ങോട്ടേക്ക് വന്നവരാട്ടോ ഇത്. ഇപ്പോൾ കനാല് വഴി കപ്പലിലും ബോട്ടിലും മാത്രമല്ല ഇത്തരത്തിലുള്ള ജെറ്റ് സ്കീക്കാർക്ക് വരത്തുള്ള കാര്യം മനസ്സിലായി. എന്താ വരുന്നത് ഇത് അടുത്തവരെ വരുന്നു. പാവം പോണാണ് നമ്മളെ വണ്ടി കിടന്ന് ഇപ്പം ആട് കേട്ടോ. Doesn't have enough gas. No, it's got the tunes. Probably. നമ്മൾ നേരെ ഗേറ്റിലേക്ക് വളരെ പ്രശസ്തമായ സൂ ലോക്കിലേക്ക് കയറും അല്ലേ. സൂ ലോക്കിലേക്ക് കയറുന്നു. ആദ്യത്തെ ഗേറ്റ് തുറന്നു, നമ്മൾ അകത്തേക്ക് കയറുന്നു. ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ വന്ന് നിൽക്കാൻ കേട്ടോ. അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാനൊക്കെ പറ്റും തുറക്കുന്നതും. ഈ ബോട്ടേ കയറണമെന്നൊന്നുമില്ല. നമ്മളിവിടെ ഈ വൈറ്റ് ഫിഷ് ഐലൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് നിന്ന് ഈ ലോക്ക് ഓപ്പൺ ചെയ്യുന്നതും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരെ ലോക്കിലേക്ക് കയറണം. അവിടെ നമ്മൾ ട്രാഫിക്കിൻ്റെ കണ്ടോ ഒരു പച്ച ലൈറ്റ് കണ്ടോ. പച്ച ലൈറ്റ് കണ്ടാൽ നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് ഇതിനകത്തേക്ക് കയറാമെന്നുള്ളതാണ്. ഇത് ഈ തടി കൊണ്ട് കാണുന്നത് പഴയ ലോക്ക്, എന്താ പറയുന്നത്, പഴയ ലോക്ക് തടി കൊണ്ടുള്ളതായിരുന്നു പറഞ്ഞത്. ആ ലോക്കാണ് ഈ കാണുന്നത്. ഇതാണ് പഴയ ലോക്ക്. ഇവിടുത്തെ ഇത് തടി കൊണ്ടുള്ളതായിരുന്നു. ഈ കാണുന്നത് പഴയ ലോക്കാണ്, ഇത് തടി കൊണ്ടുള്ളതായിരുന്നു. പുതിയ ഇലക്ട്രിക് ലോക്ക് ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് കയറുവാണ്. നമ്മളപ്പോൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റ് അടയും, എന്നിട്ട് ഇതിനകത്ത് വെള്ളം നിറയും. നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ പോകും. അപ്പം നമ്മളൊരു ടാങ്കിനകത്തേക്ക് കയറുന്ന പോലെ ഉണ്ട്. ഈ റെഡ് കളറിൽ കാണുന്നതാണ് റെഡ്. ഈ ഗേറ്റ് ഇങ്ങനെ ഓപ്പൺ ആയി കാണുന്നത്. നമ്മളിതിനകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഈ ഗേറ്റ് ക്ലോസ് ആവും. ഈ ഗേറ്റ് ക്ലോസ് ആവും. എന്നിട്ട് ഇതിനകത്ത് വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോട്ടും വെള്ളത്തിനൊപ്പം മുകളിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ അടുത്തേക്ക് പോകും. അപ്പോൾ അടുത്ത ഗേറ്റ് അവിടെയുണ്ട്. നമ്മളകത്തൊരു ടാങ്കിനകത്ത് പെട്ട പോലെ ആയിപ്പോയി. അപ്പോൾ നേരെ വരുവാണ്. അല്ലല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ബോട്ടുകൾ ഇങ്ങനെ അടുപ്പിക്കണമെന്ന് തോന്നുന്നു വെള്ളം നിറയുമ്പോഴത്തേക്കേ. അതുകൊണ്ടാണ് നമ്മുടെ ബോട്ടും ഈ സ്ഥലത്തേക്ക് അടുപ്പിക്കാനായിട്ട് പോവുക. അതുകൊണ്ട് ഇതിനകത്ത് കയറുന്ന ബോട്ടുകളൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കണമെന്ന് തോന്നുന്നു, അടുപ്പിച്ച് വെക്കണമെന്ന് തോന്നുന്നു. കെട്ടാൻ പോകണേ. നമ്മളിതിലിങ്ങനെ കെട്ടി വെക്കണം, പിടിക്കണം, അടുപ്പിച്ച് പിടിക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവ് നടക്കുമായിരിക്കും വെള്ളം നിറയ്ക്കുമ്പോൾ. ആ മുകളിൽ കൂടെ പോകുന്ന ആൾക്കാർ ആ ഗേറ്റിന് മുകളിൽ കൂടെ പോകുന്നത് ഇത് വൈറ്റ് ഫിഷ് ഐലൻഡേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ ബോട്ട് ഓഫാക്കി ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞ് നമ്മളിങ്ങനെ പൊങ്ങി ആ ലെവലിലെത്തണം. അപ്പോൾ അതുവരെ നമ്മൾ പൊങ്ങണം. ഫോട്ടോ എടുത്തു. പുറകിലെ നമ്മുടെ ഗേറ്റ് അടഞ്ഞു. നമ്മളിതിന് മുകളിലേക്ക് പതുക്കെ പോകും. Water in from Lake Superior's level, and that's what's going to rise us up in this lock. I think I heard on the radio, he said it'll be about 12 minutes usually to fill it up. I think when we're going down, it's more about 8 minutes, right? We got that force of gravity kind of coming with us. Now, nobody has ever died locking up and down in a lock. It's very safe. When it was used as a shipping lock, there was the quickest lockdown in history, and it probably took about 5 seconds for it to happen. When a captain had a big shipping vessel in here and they thought that they were in reverse and they hit the gas and went forward, it actually knocked the gate door open while this one was open, and they locked down. So there were many injuries. It was a big boat, but nobody got seriously injured in terms of fatalities. Any guesses on the height difference from Lake Huron to Lake Superior? Close. 21 feet, 21. right? Oh. Yeah. Lower. So I always tell people, you know, if you're in southern Ontario, here is where your drinking water comes from, right? So we kind of, all those Great Lakes are going to be connected, and what happens up here is going to matter down there and vice versa, right? So we see that with the sea lamprey, and obviously this clear water gets a lot less clear the further south it goes, right? So അപ്പോൾ നമ്മുടെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലവും നമ്മുടെ സെൻറ്റ് മേരീസ് റിവറും ഈ ലേക്ക് സുപ്പീരിയറും നമ്മൾ 21 അടിയുടെ ഡിഫറൻസ് ഉണ്ട്. 21 അടിയുടെ ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഇതിൻ്റെ അകത്ത് 21 അടി വെള്ളം നിറയണം
പെട്ടെന്ന് ഇവിടെ നിറയുന്നുണ്ട്. 12 മിനിറ്റോളം എടുക്കുമെന്ന് പറയാം നിറയുന്നതിനായിട്ട്. ഇതിൻ്റെ അകത്ത് വെള്ളം നിറയാനായിട്ട് 12 മിനിറ്റും ഇതിൻ്റെ അകത്ത് വെള്ളം കളയുന്നതിനായിട്ട് 8 മിനിറ്റ്. Gonna head back, guys? I like with like no, like you don't feel it at all. It's been a long time ഭയങ്കര സ്പീഡിലാട്ടോ. അതായത് ഈ 21 അടി ഹൈറ്റിലേക്ക് നമ്മൾ എത്തണം ഇവിടുന്ന്. അത്രമാത്രം. അതായത് നമ്മൾ വിചാരിക്കേണ്ടത് ഇത് കപ്പൽ കടന്നു പോയിക്കൊണ്ടിരുന്ന ലോക്കാണ്, കനാലാണ്. ഒരു കപ്പൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊള്ളുമെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, ഇത് എന്ത് വലുതാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതാണ് നമ്മുടെ ഈ ലോക്ക് എന്ന് പറയുന്നത്. ആ, ഇത് സെൻറ്റ് മേരീസ് റിവറിൽ നിന്ന് നമ്മൾ ലേക്ക് സുപ്പീരിയറിലേക്ക് കയറുന്നതാണ്. അപ്പോൾ സെൻറ്റ് മേരീസ് റിവറിൽ നിന്ന് 21 അടി ഹൈറ്റിലാണ് ലേക്ക് സുപ്പീരിയർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക മുകളിലേക്ക്. നല്ല ഡിഫറൻസ്. 21 അടിയില്ലേ? പൊങ്ങിയില്ലേ? കുറേ പൊങ്ങി. നനവ് കാണുന്നവിടം വരെ എത്തണമായിരിക്കും. അതായത് ഇവിടം വരെ എത്തിയാൽ മതിയായിരിക്കും. ഇത് ഈ കാണുന്ന ലെവലിലേക്ക് എത്തിയാൽ മതിയായിരിക്കും. 21 അടിയാവും. പെട്ടെന്ന് അറിയാലേ. 12 മിനിറ്റ് എടുത്തില്ലല്ലോ. ഇത് സ്ട്രൈറ്റ് പോവാം. എങ്കിൽ ഇതേ ഗേറ്റ് തുറക്കണം. ഇനി നമ്മുടെ മുമ്പിൽ കാണുന്ന ഗേറ്റ് തുറക്കണം. എനിക്ക് തോന്നുന്നു ഇനി ഗേറ്റ് ഒന്നുമില്ല, നേരെ അങ്ങ് പോയാൽ മതി. അപ്പോൾ നമ്മൾ ലേക്ക് സുപ്പീരിയർ ലെവലിലേക്ക് എത്തി. പുറകിലുള്ള നമ്മുടെ ഗേറ്റ് നോക്കാം. പുറകിലുള്ള നമ്മുടെ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. നമ്മൾ ഈ ലെവലിലേക്ക് എത്തി. ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയാണ് നിൽക്കുന്നത് സൈഡിലേക്ക്. അങ്ങനെ നമ്മൾ ആ ഹൈറ്റിലേക്ക് എത്തി കേട്ടോ. കണ്ടോ? ആ കാണുന്ന നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് വൈറ്റ് ഫിഷ് ഐലൻഡിലേക്കുള്ള വഴി. അതാണ് വൈറ്റ് ഫിഷ് ഐലൻഡ്. അപ്പോൾ നമ്മൾ വൈറ്റ് ഫിഷ് ഐലൻഡിലേക്ക് പോകുന്ന ആ ഗേറ്റിൻ്റെ മേലേക്ക് നടന്ന വൈറ്റ് ഫിഷ് ഐലൻഡിലേക്ക് പോകും. മുമ്പിൽ കാണാൻ കഴിയും. നമ്മൾ ആ ലെവലിലേക്ക് എത്തി. ഏകദേശം എത്താറായല്ലേ? കടന്നു പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എടുക്കണം കേട്ടോ. ബോട്ടുകളുടെ ഡീറ്റെയിൽസ് അവിടെ ഒരു പുള്ളി പോയി എഴുതിയെടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യമില്ല, കാരണം ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ നമ്മൾ വന്നേക്കണേ. അപ്പോൾ അവരുടെ എഴുതിയെടുക്കുന്നുണ്ട്. ഉള്ള ഗാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാണാം. ഇത് ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഈ പാർക്സ് കാനഡയാണ്. പക്ഷേ വർഷങ്ങളോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ കാണുന്നത്. ഈ ലോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നൊരു കണ്ടോ, ആ പുള്ളി അവിടെ തുറക്കാനായിട്ട് പോവുക. അകലൊരു പുള്ളിയെ കൊണ്ട് പുള്ളിയാണത് തുറക്കുന്നത്. ഉണ്ടോ? നമ്മുടെ മുമ്പിലുള്ള ഗേറ്റ് തുറന്നേ. ഇപ്പോൾ വെള്ളം ലെവലിൽ കണ്ടോ, ഇങ്ങനെ നേരെ അങ്ങ് ഇപ്പോൾ സെയിം ലെവലായി. ഇനി നമ്മൾ നേരെ അങ്ങ് പോയാൽ മതി. ആ ലോക്ക് തുറന്നു, നമുക്കിനി നേരെ അതികളെ പോകാം. ഇതേ നമ്മുടെ മുകളിൽ കാണുന്നുണ്ടോ ലേക്ക് സുപ്പീരിയറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ലേക്ക് സുപ്പീരിയറിൻ്റെ ഉയരത്തിലേക്ക് എത്തി. നമ്മൾ ബോട്ടുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. നേരെ മുമ്പിൽ കാണുന്ന ലേക്ക് സുപ്പീരിയർ. അതിൻ്റെ മുകളിൽ കാണാം നമുക്കതാണ് നമ്മളെപ്പോഴും പറയുന്ന ഇൻ്റർനാഷണൽ ബ്രിഡ്ജ്. അമേരിക്കയും കാനഡയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ ബ്രിഡ്ജാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ലോക്ക് കിടക്കണം. അപ്പം ഈ നിൽക്കുന്ന ആ ചേട്ടനാണ് നമ്മുടെ ഈ ലോക്ക് തുറക്കുന്ന ആൾ കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് തുറന്നത്. ഇവിടെ ലോക്ക് ഇവിടേക്ക് കണ്ടോ. ഇതാണ് നമ്മുടെ ലോക്ക്. ഇവിടെ തുറന്നു. ഇതാണ് രണ്ടാമത്തെ ഗേറ്റ് നമ്മൾ കണ്ടേ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പിലേക്ക് പോകുന്നു. ഇതിന് മുമ്പ് ഇവിടെ വന്ന് ഈ ഭാഗത്ത് വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കിയിട്ടുണ്ട്, കാണാൻ പറ്റും. വൈറ്റ് ഫിഷ് ഐലൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെയുള്ള ചില കാഴ്ചകളൊക്കെ. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇത് പഴയ ഗേറ്റാണെന്ന് തോന്നുന്നത് കാണുന്നത്. കണ്ടോ? ആ ഓറഞ്ച് ഗേറ്റ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സേഫ്റ്റിക്ക് ഉണ്ടാവണം. ഈ ലോക്കിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ
അപ്പോൾ നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുന്നതിനായിട്ട് അതൊരു ഡാമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എന്ത് ഡാം, അങ്ങനെ എന്തൊരു ഡാമാണ്. ഒരു യുണീക്കായിട്ടുള്ള സംഭവമാണ്. ഈ കാണുന്നത് പഴയ ഗേറ്റാണ്. ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല തോന്നുന്നു. ഈ ഗേറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇത് തടി കൊണ്ടുള്ളതാണ്, പഴയത്. നോക്കി എത്ര വർഷം പഴം കാണാമല്ലോ, ഒരു 100 വർഷത്തിന് മുകളിൽ പഴം കാണാം ഇവിടെ. മുകളിൽ ഒരു ട്രക്ക് പോകണു. കണ്ടത് അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്കുള്ള ട്രക്ക്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഡാമാണ് കേട്ടോ. ആ ഡാം താഴത്തെ ലോക്കിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും, ഗേറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയാൽ ഇതിങ്ങനെ വട്ടം വരും, അവിടെ വെള്ളം തടഞ്ഞു നിർത്തും. അതിന് തൊട്ട് പുറകിലായിട്ട് ബ്ലാക്ക് കളറിൽ കാണുന്നത് ട്രെയിൻ കടന്നു പോകാനായിട്ടുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ ട്രെയിൻ പോകുന്ന സമയത്ത് അതിങ്ങനെ തിരിഞ്ഞു വരും, അതുവഴി ട്രെയിൻ പോകും. അങ്ങനെ നമ്മൾ സ്കൂളിൽ പിള്ളേർ ഇരിക്കുന്ന പോലെ നമ്മളിങ്ങനെ ഇരിക്കും. അതുപോലെ അല്ല, ഇതാണ് ഇവർ പറഞ്ഞ ഡാം. കുറേ കാണുന്നത് നമ്മുടെ റെയിൽവേയുടെ ബ്രിഡ്ജാണ് കേട്ടോ. അങ്ങനെ തുടങ്ങി കേട്ടോ, സ്പീഡ് എടുക്കാൻ തുടങ്ങി തോന്നുന്നു. സ്പീഡ് എടുക്കാൻ തുടങ്ങി നമ്മളിപ്പോൾ തന്നെ പോകുന്നതായിരിക്കും. നല്ല സ്പീഡാണോ ബാക്കിലേക്ക് നോക്ക്. നല്ല സ്പീഡാണ്.
നമ്മളിങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? വെള്ളം തുഴഞ്ഞുകൊണ്ടും ഇതിൽ കൂടെ കടന്നു പോകാം അല്ലേ? നമ്മൾ നേരെ തിരിച്ചു വന്ന് നേരെ വീണ്ടും ഗേറ്റിലേക്ക് കയറണം കേട്ടോ. ഇന്ന് നമ്മൾ അവിടേക്ക് ചെന്ന് ആ ലോക്ക് അടഞ്ഞ് വെള്ളം താന്നു പോകണം. ഈ മുമ്പിൽ നിൽക്കുന്ന ചേട്ടനാണ് ഈ ഗേറ്റ് തുറക്കും അടക്കുകയൊക്കെ ചെയ്യുന്നത്. We know the canoe behind you. If it's tight, would you mind wrapping the canoe up to that? Well, she said she was going to tip you guys anyway. You're riding in an airplane. How was it? Was it awesome? Yeah. Did you guys really take it to 90 kilometers an hour? What a wicked way. നമ്മുടെ ഗേറ്റ് അടഞ്ഞു. ഇനി അതിപ്പോൾ അതുകൊണ്ട് താഴത്തേക്ക് കയറണം. Huge liability. അപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് പോവാം. വെള്ളം ഇറങ്ങി തുടങ്ങിയല്ലേ? നമ്മൾ ഈ ടാങ്കിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുമ്പോൾ താന്നു തുടങ്ങിയിട്ടുണ്ടേ. ഇറങ്ങുമല്ലേ? നല്ല സ്പീഡിൽ താഴുന്നുണ്ടല്ലേ ഇത്? Does the locks go like, is there like a time limit or does it go all night too? Oh no, they close it. താന്നു തുടങ്ങി. എങ്ങനെയുള്ള നമ്മളിവിടെ നിന്നുള്ള വെള്ളം മൊത്തം തുറന്നു കളയല്ല. അതിൻ്റെ അകത്തോടെ താഴത്തേക്ക് വിട്ടാൽ മതിയല്ലോ. ഇതിൻ്റെ അടിയിക്കണ വരും. കുറേ കൂടെ ഉണ്ട്. ഒരു വലിയ ഫിഷ്. ഒരു വലിയ ഫിഷ്. Actually, like, they excavated, this was just an island, and they excavated the whole thing. Otherwise, it'd be rapids, right? So, വലിയ കുഴിയിലായി. അവിടുന്ന് വന്നല്ലേ നമ്മൾ. A little bit more, but still very capable. Like we're trying to tip it as hard, right? You have like 6 people trying to rock back and വെള്ളം താന്നോണ്ടിരിക്കും കേട്ടോ. എന്തോരം താന്നോ? നമ്മളത് ഇത്രയും താന്നല്ലേ? they play Seattle. തുറന്നു വരുന്നുണ്ടോ? വെട്ടം കണ്ടോ? Get ready.
put so much water on it, it froze, and then, you end up just having to take the pebble bit. Okay, we're down to 21 feet. Let's go. So we're racing. Yeah, we're racing. You okay? Okay. Thank you. You are most welcome. Hey, if you post any of that video, make sure you tag us Sault Superior. Yeah, sure. Thank you. Oh, fine. And, you know what? It was really hot in there. I don't blame you. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ഓ, ആ നടുക്കൊക്കെ എത്തിയിട്ട് അയാൾ റൗണ്ടിൽ ടേൺ ചെയ്ത് അതൊക്കെ നല്ല രസമായിരുന്നു. അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ശരിക്കും അഡ്വഞ്ചർ തന്നെയായിരുന്നു. നമ്മളൊരു 90 മിനിറ്റ്സോളം നമ്മളെ കൊണ്ട് ഇവിടുന്ന് പോയി. എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നി, എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അറിയാം, നമ്മുടെ ഈ സൂ കനാൽ തുറന്ന് ലോക്സി കൂടെ പോയതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അതിനുശേഷം അങ്ങ് പോയതിന് ശേഷം ഒരു 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയിട്ട് ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പം നല്ല ഒരു ട്രിപ്പായിരുന്നു. ബാക്കി കാര്യങ്ങൾ ഞാനിതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും മറ്റും കാര്യങ്ങളുള്ളതൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും തകർപ്പൻ യാത്രയായിരുന്നു. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പോവുക. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരിക്കൽ മാത്രമല്ല, ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, സീ യു.